അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിലെ അതിവിശിഷ്ടമായ രാത്രികളിൽ അള്ളാഹുവിൻ്റെ ദിക്റുകൾ, മുത്ത് ഹബീബിൻ്റെ സ്വലാത്തുകളൊക്കെ ചൊല്ലി നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വീടില്ലാത്തവരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവർ. ഉസ്താദേ, ജനിച്ചപ്പോൾ മുതൽ വാടക വീട്ടിലാണ്, സ്വന്തമായിട്ടൊരു വീടില്ല. സ്വന്തം വീടിന് വേണ്ടി സാമഗ്രികളൊക്കെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വീട് പണി തുടങ്ങിയിട്ട് പണിത് തീരുന്നില്ല, അല്ലെങ്കിൽ ഉള്ള വീട്ടിൽ സമാധാനമല്ല. ഇങ്ങനെയൊക്കെ പറയാത്ത ആരുള്ളത് അല്ലേ? ഇൻഷാ അല്ലാഹ് ആ വിഷമങ്ങളൊക്കെ മാറണമെന്ന നെയ്യത്തിലാകണം നമ്മുടെ ഇന്നത്തെ മജ്ലിസ്. നമ്മൾക്ക് പല ആളുകൾക്കും വീടുണ്ട്, പക്ഷേ വീട്ടിൽ സമാധാനമല്ലേ? സമാധാനം കിട്ടണം. വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാൻ ഈ സദസ്സ് ഒരു കാരണമാകണം. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇമാമിങ്ങൾ ഒരുപാട് അസ്മാഉകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നോ രണ്ടോ ഇസ്മുകൾ നമുക്ക് ചൊല്ലി, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ദിക്റും ചൊല്ലി, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ചൊല്ലി റബ്ബുൽ ആലമീനിലേക്ക് കൈ ഉയർത്തണം. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്തെല്ലാം മുറാദുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ, അതെല്ലാം ഹലാലായത് അള്ളാഹു ഹാസുലാക്കി തരുമാറാകട്ടെ. നമുക്കറിയാം, വീട് ആഗ്രഹിക്കാത്ത ആരാളുള്ളതല്ലേ? അതിന് വേണ്ട സാമഗ്രികളൊക്കെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്നില്ല. തറ ഒന്ന് കെട്ടിയിടണമെന്നുണ്ട്, അതിനുള്ള വഴി ഒക്കണില്ല. ഇതെല്ലാം നമുക്ക് ചേർത്ത് തരുന്നത് റബ്ബായ തമ്പുരാനാണ്, ഇല്ലേ? അള്ളാഹുവാണ്. അപ്പോൾ റബ്ബുൽ ആലമീനായ അള്ളാഹു എനിക്കിതൊക്കെ റെഡിയാക്കി തരണം, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പാക്കി തരണമെന്ന നെയ്യച്ചിൽ യാ ജാമിഉ യാ അള്ളാഹ്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിത്തരുന്നവനായ അള്ളാഹുവാണവൻ. ആ ബോധ്യത്തിൽ ഒരു 33 തവണ ഈ ഇസ്മൊന്ന് ചൊല്ലിക്കേ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരുമാറാകട്ടെ. യാ ജാമിഉ യാ അല്ലാഹ്, 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 യാ ജാമിഉ യാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ വീടില്ലാത്തവർ, ഞങ്ങളുടെ കൂട്ടത്തിൽ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് യാ റബ്ബന ഖൈറായ വീട് എളുപ്പത്തിൽ നൽകണേ അല്ലാഹ്. സ്ഥലം വാങ്ങിയിട്ടിട്ട് വീട് പണി തുടങ്ങാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലാഹുവേ, നീ അത് എളുപ്പാക്കണേ തമ്പുരാനെ. അങ്ങനെ വീട് പണിയാകട്ടെ, വീട് നിർമ്മാണമാകട്ടെ, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതാകട്ടെ, ഉള്ള വീട്ടിൽ സമാധാനത്തിന്, അതുപോലെ പരീക്ഷ എഴുതുന്ന വിജയത്തിന്, ജീവിതത്തിൽ എല്ലാ വിജയവും ലഭിക്കണമെന്ന നെയ്യത്തിൽ ഈ വലത് കൈ ഇടത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് വിജയിപ്പിക്കുന്നവനായ, എല്ലാ കാര്യങ്ങളും തുറന്നു തരുന്നവനായ റബ്ബുൽ ആലമീൻ ഒന്ന് വിളിക്കണം. മനസ്സറിഞ്ഞൊരു 33 തവണ. يا فتاح يا الله، 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 يا فتاح يا الله،
يا فتاح يا الله 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 يا فتاح يا الله. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ലക്ഷ്യങ്ങളും ഫത്താഹായ തമ്പുരാനെ നീ ഇതെല്ലാം തുറന്നു തന്ന് എല്ലാ പ്രശ്നങ്ങളും അകറ്റി റാഹത്തായ ജീവിതം നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിലിരിക്കുന്നത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാനായി ഇമാമിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് ഖുറൈശ്, ലീലാഫി ഖുറൈശ് എന്ന സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുന്നവരുടെ അത്തരം കാര്യങ്ങൾ, താമസ സൗകര്യങ്ങൾ അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. നമ്മുടെ വീട്ടിൽ അള്ളാഹു സമാധാനം നിറച്ചു തരും. ഒരു 3 തവണ നല്ല നീയത്തിൽ ഓതാൻ പറ്റാത്ത സഹോദരിമാരാണെങ്കിൽ മനസ്സുകൊണ്ടത് കേട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നന്നായി കേട്ട് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി, വായ കൊണ്ട് ഓതാൻ പാടില്ല, ഓതാൻ പറ്റാത്ത സഹോദരിമാരാണെങ്കിൽ. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലീലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. الحمد لله. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ ഈ സൂറത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നീക്കി തരട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഒരു 33 തവണ നമുക്ക് ചൊല്ലണം അല്ലേ? എനിക്ക് ആരുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അള്ളാഹു അല്ലാതെ ആരുമില്ല. അപ്പം നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും അത് കൽബിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് മാറ്റാൻ എൻ്റെ റബ്ബല്ലാതെ ആരുമില്ല എന്നുള്ള ബോധ്യത്തിൽ തന്നെ എൻ്റെ റബ്ബ് ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരുമെന്ന ഉറച്ച നീയത്തിൽ തന്നെ മനസ്സറിഞ്ഞ് ഹൃദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, മനസ്സറിഞ്ഞ് ചൊല്ലണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 لا إله إلا الله
അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പടച്ചവൻ അവൻ നമ്മളെ കൈവിടൂല എന്നുള്ള ഉറച്ച ബോധ്യം മുമ്പിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ സദസ്സിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഒരൽപ്പം ഓതിയാൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. അവൻ നമ്മളെ കൈവിടൂല ഇൻഷാ അല്ലാഹ്. അസ്സുബ്ഹു ബദാ എന്ന ആ ബൈത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി എന്നോടൊപ്പം ചൊല്ലാം. ഇനി ചൊല്ലാൻ അറിയാത്തവരാണെങ്കിൽ അല്ലാഹ് അല്ലാഹ് എന്നുള്ള അല്ലാഹു അല്ലാഹ് എന്നുള്ള ജവാബ് ചൊല്ല. ആ ബൈത്ത് കൂടെ ചൊല്ലിയിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ. الصبح بدا من طلعته والليل دجا من وفرته الله 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 فاق الرسل فضلا وعلا أهدى سبلا لدلالته الله 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 كنز الكرم مول النعم هادي الأمم لشريعته الله 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 أزكى الناس بي على الحسب كل العرب في خدمته الله 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 سعت الشجر ناتق الحجر شق القمر بإشارته الله 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 جبريل أتى ليلة أسرى والرب دعا لحضرته الله 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 نال شرفا والله عفا عما سلفا من أمته الله 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് ചെറിയൊരു ദുആയിൽ മനസ്സറിഞ്ഞ് ആമീൻ പറയാം. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കട്ടെ. ഈ സദസ്സൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരെയും പങ്കെടുപ്പിക്കുക. ഇടയ്ക്കിടെ ഈ സദസ്സിൽ കയറിയിട്ട് ഈ ദിക്റുകളൊക്കെ വീണ്ടും ചൊല്ലി
നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണമെന്നുള്ള നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത് ദിക്റുല്ലാഹിയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥ്ല സവാബ് ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം ഹാസിലാക്കണേ അല്ലാഹ്. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മരണപ്പെട്ടു പോയ കുടുംബാദികൾ, മാതാപിതാക്കൾ, അങ്ങനെ തുടങ്ങി പലരും ഇന്ന് ഖബറിലാണ് അല്ലാഹ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം ഖബറിൽ വിശാലത നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, സ്വന്തമായ ഭവനം നൽകണേ അല്ലാഹ്. ഉള്ള വീട്ടിൽ സമാധാനം നൽകണേ അല്ലാഹ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗ്ഗമെന്ന വീടിന് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ ഇണകളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, +2 റിസൾട്ട് അറിയുകയാണ്. ഉന്നത വിജയം നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, നീ കൈവടിയല്ലേ ചമ്പുരാനെ. യാ റബ്ബനാ, യാ റബ്ബനാ, സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഖൈറായ ഹലാലായ വരുമാനം നൽകണേ അല്ലാഹ്. പ്രവാസികൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.